പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കറിയാം നാട്ടില് വെളിച്ചെണ്ണ വില ഇങ്ങനെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കള ബജറ്റിനെയൊക്കെ അപ്പാടെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് 500-550 രൂപ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാര് ഈ എത്ര വെളിച്ചെണ്ണ വാങ്ങി നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നതേ. നമ്മുടെ ആലുവയിൽ 30 കുപ്പി വെളിച്ചെണ്ണ ഒരു കള്ളൻ കവർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പുത്തൻപുരയിൽ അയൂബിന്റെ ഷാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിലാണ് ഈ മോഷണം നടന്നത്. 600 രൂപ വിലയുള്ള മുന്തിയ ഇനം വെളിച്ചെണ്ണയാണ് മോഷണം പോയത്. വെളിച്ചെണ്ണ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഷീന മാർക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷീന, ഇപ്പോൾ എണ്ണയ്ക്ക് പൊന്നും വിലയാണ്, അതുകൊണ്ട് ഇനിയും മോഷ്ടാക്കളൊക്കെ ഏറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തേങ്ങ മോഷ്ടാക്കളും ഉണ്ട്, എണ്ണ മോഷ്ടാക്കളും ഒക്കെയും ഉണ്ട്. ഇപ്പോൾ മുഖമടക്കം വ്യക്തമായ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തെങ്കിലും തുമ്പ് ലഭിക്കുന്നുണ്ടോ പോലീസിന്? പോലീസിന് ലഭിച്ച ആകെയുള്ള വിവരം ഈ CCTV ദൃശ്യമാണെന്നുള്ളതാണ്. കാരണം കള്ളൻ ആദ്യം തറ തുറന്ന് അകത്ത് കയറാൻ ശ്രമിക്കുന്നു. അത് നടക്കാതെ വരുമ്പോൾ പിന്നീട് പൂട്ട് പൊളിച്ച് അകത്ത് കയറുന്നു. അകത്ത് കയറിയതോടുകൂടെ ആദ്യം കാണുന്ന ഫ്രിഡ്ജിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ആ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് പിന്നീട് ഈ 30 കുപ്പി വെളിച്ചെണ്ണ, ഏകദേശം 600 രൂപയുടെ അടുത്ത വില വരുന്ന 30 കുപ്പി വെളിച്ചെണ്ണയാണ് മോഷ്ടിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 18,000 രൂപയുടെ അടുത്ത് തന്നെ അത് മാത്രം മോഷണം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും അവിടെ ഉണ്ടായിരുന്ന ആപ്പിളുമാണ് മോഷ്ടാവ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞിട്ടുള്ളത്. പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ CCTVയിൽ ഈ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞത് മോഷ്ടാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ ആ കേബിളും മുറിച്ച് മാറ്റി അതിനുശേഷമാണ് ഈ മോഷ്ടാവ് സ്ഥലം വിടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ വെളിച്ചെണ്ണ വില കൂടിയതോടുകൂടി സ്വർണത്തെക്കാളും ആവശ്യക്കാരേറുന്നത് വെളിച്ചെണ്ണയ്ക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനൊരു മോഷണവും നടന്നിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ പോലീസിന് ഈ ഒരു CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സേതു. ഓക്കെ ഷീന.